അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് റിസൾട്ടുണ്ട്, ആ സ്ഥാപനത്തിന് വേറെ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ എന്തിനാണ് ഇവരെല്ലാവരും 10 രൂപ പിടിക്കുക അറിയില്ല. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും പോയി 30 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 30 രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ 30 രൂപയാണെങ്കിൽ 4000 ഗ്രാഫ്റ്റ് ആകുമ്പോൾ തന്നെ എത്രയായി? 1,20,000 രൂപയായി. പിന്നെ എഗെയിൻ 500 ഗ്രാഫ്റ്റ് 15. അപ്പം എങ്ങനെ 1,30,000 അടുപ്പിച്ച് വരും? അപ്പം എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ അത്രയും കാശ് അഫോർഡ് ചെയ്യാൻ പറ്റൂല. സോ നമുക്ക് പ്രമുഖ ആശുപത്രികളിൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ എന്നുള്ള പ്രമുഖ ആശുപത്രികളിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റൂല. അത്രയും കാശ് ഞങ്ങളുടെ അടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്തുകൊണ്ട് കാശ് ഇത്ര കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാനെ പറ്റി എനിക്ക് അറിയില്ല. പിന്നെ റീസെൻ്റായിട്ടുള്ള പല സംഭവങ്ങളും ഓഫർ നോക്കി പോയതാണ്. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു പുള്ളിക്കാരന് തലയോട്ടിയിൽ ഇങ്ങനത്തെ ഇഷ്യൂ വന്നു എന്ന് പറയണു. പുള്ളിക്കാരന് എന്താ സ്കള്ള് വരെ കാണാൻ പറ്റുന്നു, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം പഴുത്തു. പുള്ളി ചെയ്ത ഒരു ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറിനെ പറ്റി പുള്ളിക്ക് അറിഞ്ഞൂടാ. അത് ആകപ്പാടെ 2 വർഷം പോലും പ്രവൃത്തി പരിചയം ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലായിരുന്നു.